ബിടെക്കിൻ്റെ എൻ്റെ അരിയർ 24 ഉണ്ട്. എനിക്ക് വായിച്ച മനസ്സിലാണില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ പരീക്ഷയുടെ തലേ ദിവസം രാവിലെ കോട്ടയം ബേക്കറി ജംഗ്ഷനിലും ടൗണിലും കൃപാസനം പത്രം ഓരോ വീടുകളിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കണം. ഉച്ചയ്ക്ക് ഞാൻ പോയി പരീക്ഷയ്ക്ക് ഹോളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് തല കറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കണില്ല, ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അമ്മ പറയും നോ ഇരിക്കടാന്ന് പറയും, ഇരുന്ന് എഴുതടാന്ന് പറയും. പിന്നെ അമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ മതി, ജയിക്കാനുള്ളതായിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കേട്ടാൽ ഭയങ്കര അഭിഷേകമാണ് അതിന്. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലായി ഇത് സങ്കീർണമാണ് വിഷയമെന്ന്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഗ്രേസ് വർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതായത് ഒരു വിഷയം മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ മക്കൾ മോർ ഇമ്പോർട്ടൻസ് ഗ്രേസിന് കൊടുക്കണം. കൃപയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, കൃപ ആർജിക്കാനും കൃപയിൽ വളരാനും കൃപ നിറയാനും വേണ്ടി. അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:9 കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻ കേസ് നമുക്ക് മെറിറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും മെറിറ്റ് മതിയെന്ന് നമ്മൾ തീരുമാനിക്കരുത്. മനസ്സിലായില്ലേ? അവരിപ്പോൾ മീനും പിടിച്ചുകൊണ്ട് വരത്തില്ലേ, കർത്താവ് പറഞ്ഞിട്ട് വലതുവശത്ത് വല എറിഞ്ഞിട്ട് അവർ വള്ളം നിറച്ച് മീനും പിടിച്ചുകൊണ്ടാണ് വരണത് ഇല്ലേ? പക്ഷെ അങ്ങനെ വള്ളം നിറച്ച് മീനും പിടിച്ചുകൊണ്ട് വരുമ്പോഴും ഈ കടലിൽ നിന്ന് പിടിക്കാത്ത ഈ വല കിട്ടാത്ത വേറെ 2-3 മത്സ്യവും കൊണ്ട് കർത്താവ് ചുട്ട് അവരെ കാത്തിരിക്കണം, കണ്ടില്ലേ? ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. 153 മത്സ്യങ്ങളും കൊണ്ടാണ് അവർ വരണത്. പക്ഷേ ആ 153 മത്സ്യം ഉണ്ടെങ്കിലും 153 155 കർത്താവ് കൃപ ഒരിക്കലും നിങ്ങളുടെ നമ്മുടെ യോഗ്യത ഒരിക്കലും കൃപയെ തള്ളി മാറ്റാൻ നമ്മൾ അനുവദിക്കരുത്. യു കാച്ച് മീ അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നാ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങളെ തലക്കനമാക്കി എടുത്തിട്ട് കൃപയെ തള്ളി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതെനിക്കറിയാം, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നമുക്കവിടെ ആളുണ്ട്, ഇല്ല അത് കുഴപ്പമില്ല, നമുക്ക് പൈസ ഓൾറെഡി ബാങ്കിലുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടേ പോകത്തുള്ളൂ. ഉണ്ടാകാം, അത് ഉള്ളത് ദൈവം തന്നതാണ്. പക്ഷേ എല്ലാ ഉള്ളായ്മയേക്കാൾ വലുതാണ് കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ. And we will be a different people. മോസസ് എന്താ പറയണത്? നീ ഞങ്ങളുടെ കൂടെ വന്ന ടേക്ക് ലെസൺ, ടേക്ക് ദ വേഴ്സിക്കൽ. അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ we will be a different people. എന്തിനാണ് ഈ വരേണ്ടത്? ഈ മെറിറ്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തിനാ ദൈവത്തെ നമുക്ക് കിട്ടണത്? ദൈവം തന്നെ ആഗ്രഹിച്ച് സാന്നിധ്യം നൽകിയ ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മുടെ കൂടെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മകളും മകനുമാണ് നീയെങ്കിലേ യു ആർ നോട്ട് എൻ ഓർഡിനറി വുമൺ, ഓർഡിനറി മാൻ, യു ആർ ഡിഫറെൻറ്റ് മാൻ, യു മസ്റ്റ് ബി എ ഡിഫറെൻറ്റ് മാൻ. നിങ്ങളൊരു പ്രത്യേക ആൾക്കാരായി മാറണമെന്ന് ദൈവവചനത്തിൻ്റെ ഒരു ആന്തരിക സ്വപ്നമാണത്. വായിച്ചോളൂ. പുറപ്പാട് 33:16 ഒന്ന് പറഞ്ഞ. പുറപ്പാട് 33:16 അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ പറഞ്ഞേ, അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. We will be a different people. ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന്. കൃപ നിങ്ങളെ വ്യത്യസ്തരാക്കാൻ കൈയിടിച്ച് കർത്താവ് എന്ന് വെച്ചാൽ നിന്റെ യോഗ്യതയെ കർത്താവ് അവമതിക്കത്തില്ല. നിന്റെ ബുദ്ധി, നിന്റെ ശക്തി, നീ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത്, നീ 2 മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടില്ലേ? അന്യരാജ്യങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്ന മക്കൾ എന്നോട് പറയാം, അച്ഛാ 2 മണി 3 മണി വരെ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ പോയ പോലെയല്ല, ക്ഷീണിച്ച്. എൻ്റെ ഇടവകക്കാരൊക്കെ പോയിട്ട് വരുമല്ലേ, അപ്പോൾ ഇങ്ങനെ കോലം തിരിഞ്ഞൊക്കെ വരും. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ ഇങ്ങനെ കൊല തിരിയേണ്ട കാര്യം എന്താണ്? എൻ്റെ അച്ഛാ രാത്രി 1 മണി വരെ 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമെന്ന്. എൻ്റെ ദൈവവേദന അത് മെറിറ്റാണ്, അയോഗ്യതയാണ്. അത് ദൈവം തള്ളിക്കളയത്തില്ല.
നീ രാത്രി 3 മണി വരെ ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരും നീ പഠിച്ച മണിക്കൂറും ഉണ്ട്. അതാണ് പറയണത്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും. അതാണ് മെരിറ്റ് കൊണ്ടുവരാൻ. അല്ലാതെ ഈശോ തന്നത് മാത്രമല്ല, നിങ്ങളുടെ അധ്വാനത്തെ അവൻ വിലമതിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് നേടിയത് അവൻ അംഗീകരിക്കുന്നു. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. ആദ്യം രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ, പിന്നീട് ഈശോ മറ്റു തരത്തിലുള്ള വേഷം അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കേണ്ട സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. കർത്താവ് ഇത്രയും വചനം നമുക്ക് നൽകിയെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച് സാക്ഷികളാക്കി മാറ്റും. മക്കളെ, രോഗമുള്ളവരെ രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. മക്കളെ, രോഗമുള്ളവരെ രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. എല്ലാ ദിവസവും കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ സൗഖ്യങ്ങൾ, ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരിടമാണത്. നിന്നെയും കർത്താവ് ഇവിടേക്ക് വിളിച്ചിരിക്കണത് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റാൻ വേണ്ടിയാണ്. അച്ഛൻ നിന്നോട് പറഞ്ഞത്, ഈശോ എന്നിലൂടെ സംസാരിച്ചത്, നീ നിലനിൽക്കണമെന്നാണ്. ഒരു ചെറിയൊരു പരീക്ഷണം കൊണ്ട് നീ ഇത് അവസാനിപ്പിക്കരുത്. മറിച്ച് നിൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിൻ്റെ ദൈവം മോസസിൻ്റെ ദൈവമാണ്. നിൻ്റെ ദൈവം നിൻ്റെ അമ്മയുടെ ദൈവമാണ്. ഏത് കാലാവസ്ഥയിലും നിൻ്റെ കൂടെ നിൽക്കും. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും നടുവിൽ കൈവെക്കുക. ഒരു കൈ വെച്ചാൽ മതി കേട്ടോ, ഒരു കൈ വെച്ചാൽ മതി. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും കശേരികളൊക്കെ അകന്നിരിക്കുന്നവരും നടക്കാൻ പറ്റാത്തതും ബെൽറ്റിട്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കുക. എൻ്റെ കൈ കർത്താവിന് കൈ ആക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. ഞാനീ വെച്ചിരിക്കുന്ന കൈ ഒരു നിമിഷം കർത്താവിൻ്റെ ആണിപ്പെടുത്താർന്ന വലതുകരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനയുള്ളവർ, ശ്വാസകോശ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഹൃദയത്തിന് വാൽവിന് ചുരുക്കമുള്ളവർ, ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവെക്കുക. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സർവാംഗം പല രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കുക. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടിടത്ത് നിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, കർത്താവിൻ്റെ ശരീരത്തിലുള്ള ചമ്മട്ടിപ്പാടുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അത് അധികരിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. നീ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ചമ്മട്ടിപ്പാടുകളെ അധികരിച്ചുകൊണ്ട് അടിയൻ അങ്ങയുടെ മുറിവിലാണല്ലോ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുൾക്കിരീടം തറഞ്ഞിരുന്ന നിന്റെ തിരിച്ചോര ഇറ്റ് വീഴുന്നത് കർത്താവേ, വിശ്വാസത്തിന്റെ മനസ്സിൽ ഞങ്ങൾ കാണുകയും ഏറ്റുപറയുകയും ആത്മീയ രക്തം, ആ കൃപയുടെ രക്തം ഇപ്പോൾ നിന്റെ നാഥനും രക്ഷകനുമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ തളിക്കണമേ. ഉള്ളംകാൽ മുതലേ ഉച്ചവരെ ആന്തരിക അവയവങ്ങൾക്കുള്ള മുഴുവൻ രോഗങ്ങള് വാദരോഗങ്ങള് എല്ലാവിധത്തിലുള്ള അലർജി രോഗങ്ങള് അവയവത്തിലുണ്ടാകുന്ന അവയവ രോഗങ്ങള് ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ.
ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ മകളെ സന്തോഷമായിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് നടക്കുന്ന ആരാധന ഇത് ഓൺലൈനിൽ എപ്പോൾ കൂടിയാലും കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. തൊലിഞ്ഞു പൊടിഞ്ഞു പോകുന്നവർ, വിസർപ്പ രോഗികൾ, അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എല്ലുന്തി നിൽക്കുന്നവർ, എല്ലിലും മുഴയുള്ളവർ, മാംസത്തിൽ മുഴയുള്ളവർ, സിസ്റ്റുള്ളവർ, അവരെല്ലാ ഇടങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓൺലൈനിലുള്ളവർ ഈ ആരാധന കൂടുന്ന നിമിഷം എപ്പോഴാണോ അപ്പോഴ് നിങ്ങൾക്കുള്ള രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവയവങ്ങൾ വളരാത്തവരുണ്ട്. 2 അവയവങ്ങളുണ്ടെങ്കിൽ ഒന്ന് വളരും, ഒന്ന് വളരത്തില്ല. അങ്ങനെയൊക്കെയുള്ള വൈകല്യമുള്ളവരുണ്ട്. മുട്ടിക്കൊഴിഞ്ഞ് വല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ശരീരം ചൂടായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ശരീരത്തിൽ ഇങ്ങനെ അകത്ത് കുറേ പേശികൾ ബലം പോയിട്ട് അത് ചുമ്മാ വളരുന്ന ചില പേശികൾ, ചില കോശങ്ങൾ വെറുതെ വളരുന്നു. അത് ആവശ്യമില്ല. അത്രയും ജനറ്റിക്കലായിട്ട് അറുതി വിട്ട് വളരുകയാണ് അകത്ത്. അതുകൊണ്ട് ചില ശരീരങ്ങൾ ചിലയിടത്തൊക്കെ പൊങ്ങിയിരിക്കുന്നു. ആവശ്യമായ ആ സ്ഥലത്ത് ആവശ്യമായ ബലമില്ലാണ്ടിരിക്കുന്നു. ആ വ്യക്തികളെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തി കൊടുക്കുന്നു. നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ഒരു നിമിഷം അവനുമായി ഏതെങ്കിലും രോഗങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളീ മുതുകില്ലേ, മുതുക് ഭാഗം അച്ഛനിങ്ങനെ കൈ കാണിക്കണില്ലേ? അപ്പം മുതുക് ഭാഗത്ത് ചിലപ്പോൾ കശേരികൾക്കും എല്ലാം കുഴപ്പമുള്ളവരുണ്ടാകാം. ചിലപ്പോൾ അവർ സ്ഥിരം നീതി കെട്ടി കിടന്നിട്ട് കല്ലിച്ച് പോയവരുണ്ടാകാം. ചിലപ്പോൾ അത് വെച്ച് എപ്പോഴും ആ ഭാഗം പൊള്ളുന്നവരുണ്ടാകാം. അവരെയൊക്കെ അവിടെ എല്ലാം കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ കർത്താവേ. കല്ലച്ചുപോയ ശരീരപ്പാടുകളെ, ശരീരത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങളെ, കല്ലച്ചുപോയ സ്ഥലങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാർദ്ദമുള്ളതാകട്ടെ. സ്തുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല, അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. സ്രാവ രോഗികളെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
സ്രാവരോഗികളെന്ന് വെച്ചാൽ ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരുന്നവർ, മൂക്കിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ, ദുർഗന്ധമുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവർ, അഡിനോയിഡുകാർ ഒക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലപ്പോൾ ഊട് പൊട്ടി വെള്ളം വരുന്നവരുണ്ടാകാം, ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകാം, അതിൻ്റെ പിടുത്തങ്ങൾ പോയ ആൾക്കാരുണ്ട്, അവരുടെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ വേദന അനുഭവിക്കുന്നത്, അവർക്ക് സമാധാനം സന്തോഷമില്ല ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളാൽ വേദനിക്കുന്നവർ, വല്ലാതെ ബ്ലീഡിംഗ് ഉള്ളവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. വെരിക്കോസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബ്ലീഡിങ് വന്നിട്ട് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ സിക്രീസിനും കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവർ, കണ്ണിൽ എപ്പോഴും കരുവരിപ്പ് തോന്നണവർ, മുക്കിൽ ദിശ വളരുന്നവർ, തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കർത്താവിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് കൈകാലുകൾ കോഞ്ഞു പിടിക്കുന്നവർ, കൊച്ചു വരിക്കുന്നവർ, വ്യത്യസ്തമായ കാരണങ്ങളാൽ പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നവർ, പേശി ഉറക്കാത്തവർ, തല ഉറക്കാത്ത കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, എപ്പിലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവർ, ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുഃഖം തോന്നുന്നവർ, അടിവയറ്റ് കൈവച്ചുകൊണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ സുഖമായി പ്രസവിക്കും, നല്ല കുഞ്ഞിനെ പ്രസവിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം പറഞ്ഞതും അവർ 7-8 മാസം വരെ ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഓക്സിജൻ വരെ കിട്ടാൻ സാധ്യതയില്ല, ഭക്ഷണം കിട്ടത്തില്ല, കൊച്ച് ചാവുള്ള പോയായിട്ട് പോകുന്നു. പക്ഷേ ദൈവം ആ കുഞ്ഞിനെ 3 കിലോ തൂക്കത്തിലാണ് അത് പ്രസവിച്ചത്. ആ സാക്ഷ്യമൊക്കെ ഗംഭീരമായ സാക്ഷ്യമാണ്. ആ ഗർഭിണിയായ സമയം മുതൽ 8 മാസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആഹാരം കിട്ടാനാണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്? അതിന് 10-750 ഗ്രാം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് 3 കിലോനുണ്ടായി. അമ്മ കൈവച്ച രോഗം കൈവെക്കണ പോലല്ല. രോഗത്തിൻ്റെയും ലോകത്തിൻ്റെയും കൈവെപ്പുകൾ ഒറ്റ കൈവെപ്പ്, അമ്മയുടെ ഒറ്റ കൈവെപ്പ് കൊണ്ട് മാറ്റും. അതാണ് ഉടമ്പടി. കർത്താവേ, ഇവരുടെ എല്ലാവരുടെ മേലിൽ അമ്മയുടെ കൈ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം ഉടമ്പടിയായി ഓൺലൈൻ കൂടുന്ന ലോകാലോകങ്ങളിലുള്ള എല്ലാ മക്കളും അവരുടെ വീടിനെ കർത്താവേ സംഹാര ദൂതനും കടന്നു പോയപ്പോൾ ആ വീടിനെ സ്പർശിക്കാതിരുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ കൈമുദ്ര പോലെ അമ്മയുടെ കൈമുദ്രകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്നഗോറിൻ്റെയും അതുപോലെ തന്നെ ബൽത്താസറിൻ്റെയും ഒക്കെ തീക്കുണ്ടത്തിൽ ദൈവദൂതനെപ്പോലെ നിന്നതുപോലെ അമ്മേ, ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ദുരന്ത മുഖങ്ങളിൽ അമ്മ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിഴിഞ്ഞത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വഴിയാധാരമായിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സിമന്റ് ഗോഡൌണിൽ കർത്താവെ പട്ടികളെ പോലെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കണ്ണുനീർ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. അവിടെ അവകാശ പോരാട്ടങ്ങളെ കർത്താവെ, ഈജിപ്തിൽ നിന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവന്ന പോലെ ആ മക്കളെ കൊണ്ടുവരുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിലനിർത്താൻ, അവരെ വളർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും കർത്താവെ, അവരെ ഉയർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും, ഈ വിഷയം കർത്താവ് ശാശ്വതമായി പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർക്കാരിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മന്ത്രിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ജനനേതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവോപരി സമര പന്തലിൽ കർത്താവ്
അധോരാത്രം സഹന സമരം നടത്തുന്ന സമര നേതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചേച്ചിമാരെയും പെങ്ങന്മാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സംഘാടക സമിതിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എവിടെയെല്ലാം കടൽ കയറുന്നുവോ, എവിടെയെല്ലാം മക്കളുടെ ജീവിത അവതാളത്തിലാകുന്നു, അവിടെയെല്ലാം സത്വര നടപടികൾ, അടിയന്തര നടപടികൾ എടുക്കാൻ കർത്താവെ. വഴിയാധാരമാകുന്ന സ്ഥലങ്ങൾ, ഉരുളുപൊട്ടിയ സ്ഥലങ്ങൾ, പ്രളയം കയറിയ സ്ഥലങ്ങൾ, 6 കരകവിഞ്ഞ സ്ഥലങ്ങൾ, മഴപ്പെയ്ത്തിൽ കർത്താവെ, മേഘവിസ്ഫോടനത്തിൽ കർത്താവ് മുങ്ങിപ്പോയ വീടുകൾ, എല്ലാ പ്രകൃതി ദുരങ്ങളിലും കർത്താവ് ബലിയാടെ ജീവിക്കുന്നവർ, അവിടെ മേലെല്ലാം കർത്താവിന് കൃപ ചൊരിയട്ടെ. അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി കർത്താവിന് കൃപ ചൊരിയട്ടെ. ഹൈ റേഞ്ചിൽ താമസിക്കുന്നവര്, അതുപോലെ തന്നെ എല്ലാ മലയിടിയ അടിവാരങ്ങൾ താമസിക്കുന്നവര്, കടലോരങ്ങൾ താമസിക്കുന്നവരെ, എവിടെയെല്ലാം ജനങ്ങൾ വേദനിക്കുന്നുവോ അവിടെയെല്ലാം അവർക്ക് ജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവമായൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇന്നലെ പരീക്ഷ എഴുതിയവരുണ്ട്. അവരെല്ലാം നമ്മളിപ്പോൾ ഓർക്കുകയാണ്. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഇവിടെ ഒറ്റക്ക് വീട്ടിൽ നിന്നൊക്കെ വന്ന് ഈ അൾത്താരെ മുട്ടുകയെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. അവർ ഇന്നലെ പോയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ എഴുതാൻ പോകുന്ന മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ ഭാഗോടമ്പടി നടക്കേണ്ട വീടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ PSCO എന്തെങ്കിലും അതുപോലെ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതിവിട്ട പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ, ഈ ദിവസങ്ങളുണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം ഏറ്റെടുത്തിട്ട് ആരെല്ലാം അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരെല്ലാം നിരാരംഭരായിട്ട് ജീവിതത്തിൽ ആ ഒരു വിഷയം കാത്തിരിക്കുന്നുണ്ടോ, അവരെല്ലാം കണ്ണിന് തുറച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. മക്കളെ, വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സാമ്പത്തികമായ ബാധ്യതകൾ വന്നുപോയവര്, പല കാര്യങ്ങളും അവർക്കറിയാം അവരെ കൊണ്ട് ഈ കടം വീട്ടാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഈ ദിവസങ്ങളൊക്കെ 4 കോടി കടവുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഓർക്കുകയാണ് അച്ഛൻ. ഈ ദിവസങ്ങളിൽ ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ ഓർക്കുന്നു. അവർക്കെല്ലാം അന്ത്യനിമിഷം വരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. അവിടെ നടപടിയെല്ലാം കർത്താവിന് സമർപ്പിക്കുകയാണ്. നമ്മൾ വീടില്ലാത്തവരെ, വീട് കിട്ടാൻ സാധ്യതയുള്ളവരെ, അതിൻ്റെ കമ്മീഷൻ, അതിൻ്റെ കമ്മിറ്റികൾ കൂടുന്ന സമയം എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവർക്കും ന്യായമായി അവകാശപ്പെട്ട എല്ലാവർക്കും, ന്യായമായി യോഗ്യതയുള്ള എല്ലാവരെയും കർത്താവ് ഈ അൾത്താറയിൽ അവർ ഉടമ്പടി എടുത്താലും ഇല്ലെങ്കിലും അവരെ കണ്ണീരോടെ സമർപ്പിക്കുന്നു. ഈശോ, അങ്ങിൽ ആശ്രയിക്കുന്ന മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആശുപത്രി കിടക്കുന്നവരും വെന്റിലേറ്ററിൽ കിടക്കുന്നവരും കർത്താവെ, ഈ നിമിഷം കർത്താവെ, ഈ ആഴ്ചയിൽ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ, ഈ ആഴ്ചയിൽ ഡെലിവറിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ, ഈ ആഴ്ചയിൽ കർത്താവെ ഒരു പ്രഗ്നൻ്റ് ആകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ച് കഴിയുന്നവരെ എല്ലാവരും ആശീർവദിക്കട്ടെ, എല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ.
കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, നിന്റെ ദൈവിക ശക്തി അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പ്രിയമുള്ളവരെ, കല്യാണം ഒത്തുവരാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ചേട്ടന്മാരെ 37 വയസ്സുള്ള ചേട്ടന്മാരൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കും. കല്യാണം ഒത്തുവരാത്തവർ, കല്യാണം കെട്ടിയിട്ട് ജീവിതം വല്ലാത്ത അവസ്ഥയിലായിപ്പോയി പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. കേസിന് പോകണോ അദാലത്തിന് പോകണോ, ഇങ്ങനെ ഈ ദിവസം കേസുള്ളവരുണ്ട് കല്യാണത്തിൻ്റെ. അവരെല്ലാം ഈ ആരാധനയിൽ ഓർക്കുന്നു. ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്. ഈ ആഴ്ചയിൽ വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, തിരിച്ചു വരുന്നവരുണ്ട്, വിസ ഇപ്പോഴും കിട്ടാത്തവരുണ്ട്, ഇപ്പോഴും OCT പരീക്ഷ എഴുതുന്നവരുണ്ട്. അവരെല്ലാം ഈ നിമിഷം ഓർക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പുതിയ സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ, വീട് വെൽപ്പ് ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട്. അവരെ കർത്താവിന് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ഈശോയെ ഏൽപ്പിക്കുന്നു. ഈ ആഴ്ച നടക്കുന്ന ഒത്തുകല്യാണമുണ്ട്, കല്യാണ ആലോചനകളുണ്ട്. അതെല്ലാം കർത്താവെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോയെ തന്നെ മനസ്സിലോർക്കുക. മൗനമായി സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഏതെങ്കിലും വിഷയം. ഇപ്പോൾ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ ഈശോ കാണിക്കുന്നുണ്ട്. ശരീരത്തിന് കളർ കയറിയ ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ കളറിലെ ഒരു തവിട്ട് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറോ ഒക്കെ കയറിയ ഭാഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റെഡ് കളർ കയറിയ ഭാഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കളർ വ്യത്യാസം മോശമായ രോഗമാണ്. കർത്താവ് അതിനെ സുഖപ്പെടുത്തുന്നുണ്ട്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ഈ ആഴ്ചയിൽ കടകമ്പോളങ്ങളിൽ കച്ചവടമില്ലാതെ കിടക്കുന്നവർ, എന്തുമാത്രം കടകമ്പോളങ്ങളിലാണ് കച്ചവടമില്ല, കടകളിൽ കച്ചവടമില്ലാതെ അവർ വൈകുന്നേരം വരെ ഇരിക്കണത്. 10,000-40,000 വിറ്റ ഇടത്തരം കച്ചവടം പോലും ചിലപ്പോൾ 4,000 രൂപ പോലും വിൽക്കാതിരിക്കുന്നുണ്ട്. ആ മേഖലയിലൊക്കെ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകണം. അല്ലെങ്കിൽ എത്ര കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റും, പിള്ളേരെങ്ങനെ പഠിപ്പിക്കും, ആ പാട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ ഇപ്പോഴേ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ ആഴ്ചയിൽ തീസിസ് സമർപ്പിക്കുന്നവരെ, PhDക്ക് ഇതുവരെക്ക് ഇതിന് ശരിയായിട്ടുള്ള ഗുരുവിനെ കിട്ടാത്തവർ, ഗൈഡിനെ കിട്ടാത്തവരെ, ഈ ആഴ്ചയിൽ വ്യായുവായുള്ളവർ, പ്രസൻറ്റേഷന് വേണ്ടി ഒരുങ്ങുന്നവർ, പ്രോജക്റ്റ് കിട്ടാത്തവർ, പ്രോജക്റ്റിന് ആളെ കിട്ടാത്തവർ, അത് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം കിട്ടാത്തവർ, പലതരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസുമായിട്ട് വിഷമിക്കുന്നവരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ കലഹങ്ങൾ, ഭിന്നതകളുള്ളവരും കേസുകളിലേക്ക് പോകുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, എല്ലാം സാക്ഷ്യമാക്കണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ.
നിന്നെ പോലൊരു ദൈവമില്ല.